നോക്കണേ, പ്രേമിക്കുന്നവർ പറയുന്നു ഞങ്ങൾ പ്രേമിക്കുന്നു, ഞങ്ങൾ സ്നേഹത്തിലാണ് എന്ന് മുതൽ അവർക്കൊക്കെ പ്രേമിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ. എന്ന് മുതൽ അവർക്ക് പ്രേമം തുടങ്ങുന്നുവോ അന്ന് മുതൽ അവർ സ്നേഹത്തിൽ നിന്ന് അകലുന്നു. എന്ന് മുതൽ അവർക്ക്, അതാണായാലും പെണ്ണായാലും ആരാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും ശരി, പ്രേമം തുടങ്ങുന്നുവോ, പ്രേമം വേറെ സ്നേഹം വേറെ. ഒരച്ഛനും അമ്മയൊക്കെ അവരെ സ്നേഹത്തോടെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതായിരിക്കും മക്കളെയൊക്കെ. പക്ഷേ ഈ മക്കൾക്കൊക്കെ എന്നാണോ പ്രേമം തുടങ്ങുന്നത്, നമ്മളൊക്കെ മക്കളായിരുന്നവരാണല്ലോ, നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ, ആ പ്രേമം തുടങ്ങുന്നതോടെ അവരൊക്കെ ഇന്ന് പറയാറില്ലേ പ്രേമം അന്ധമാണെന്ന്. അവർക്ക് പിന്നെ വേറൊന്നും കാണാൻ കഴിയത്തില്ല, അവർക്ക് വേറൊന്നും കാണാൻ കഴിയത്തില്ല. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ഒന്നും സ്നേഹത്തെയോ ഒന്നും അവർക്കൊന്നും കാണാൻ കഴിയത്തില്ല. അവർക്ക് പ്രേമത്തെ മാത്രം കാണാൻ കഴിയും അല്ലേ. അവർക്ക് കാണാൻ കഴിയുന്നത് പ്രേമത്തെ മാത്രം. പ്രേമമെന്ന് പറയുന്ന ഒരു തരം ഫീലിംഗ്, അതിനെ മാത്രം. അത് കാണാൻ തുടങ്ങുന്നതോടെ അവരുടെ ബാക്കി കണ്ണുകളൊക്കെ അങ്ങ് അടയും. അവർക്ക് വേറൊന്നും കാണാൻ കഴിയില്ല, സ്നേഹമൊന്നും കാണാൻ കഴിയില്ല, പ്രേമം മാത്രം കാണാൻ കഴിയും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ, പ്രേമത്തിൽ സ്നേഹമുണ്ടോ? പ്രേമത്തിൽ സ്നേഹമുണ്ടോ? പ്രേമമെന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. പൂർണ്ണമായും സ്വാർത്ഥത നിറഞ്ഞതാ ഒരു സംഭവം എന്താണോ അതാണ് പ്രേമം. ആണോ അല്ലയോ? അതിൽ സ്നേഹമുണ്ടോ? പ്രേമിക്കാൻ തുടങ്ങുന്നതോടെ എൻ്റേത്, അവ എൻ്റേത്, അവൾ എൻ്റേത്, അവൾ എൻ്റേത് മാത്രം, ഇവ എൻ്റേത് മാത്രം, ആ ഒരു ചിന്ത, എൻ്റേത്, ബാക്കിയുള്ളതെല്ലാം അറിയത്തില്ല അല്ലേ. പ്രേമം സ്നേഹമല്ല, പ്രേമം സ്നേഹമല്ല. കാരണം പ്രേമത്തിൽ സ്നേഹമില്ല, അത് വെറും സ്വാർത്ഥതയാണ്. യഥാർത്ഥ സ്നേഹത്തിലേക്ക് നോക്കണമെങ്കിൽ, യഥാർത്ഥ സ്നേഹത്തേക്ക് നോക്കണമെങ്കിൽ സ്വാർത്ഥതയെ വെടിയണം, സ്വാർത്ഥത ഇല്ലാതാകണം. അത് സ്നേഹം അല്ലേ. അപ്പോൾ പ്രേമത്തിൽ സ്നേഹമുണ്ടോ? ഇല്ല. ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അതിനെ മനസ്സിലാക്കാൻ കഴിയും. പ്രേമിക്കാൻ തുടങ്ങുന്നവരൊക്കെ സ്വാർത്ഥത നമ്മളിൽ അപ്പോൾ തുടങ്ങുകയാണ്. സ്വന്തം വീട്ടുകാരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും എതിർത്തുകൊണ്ടുള്ള ഒരു സഞ്ചാരമാണ് അവിടെ നിന്ന്. ചിലത് അവരങ്ങ് സഞ്ചരിക്കുന്നു, എന്തൊക്കെയോ ആവുന്നു.